أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹ ആദരവുള്ള പണ്ഡിതന്മാരെ, സഹപാഠികളെ, നമ്മുടെ ജംഇന്റെ 55ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നൊരു ഖാത്തിമയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചർച്ച നമുക്ക് തുടങ്ങാം. ഖാത്തിമത്തുൻ, ഇതൊരു അവസാനമാണ്, ഇജ്മായിലുള്ള അവസാനമാണ്. ജാഹിദുൽ മുജ്മഇ അലൈഹി അൽ മഅലൂമി മിനദ്ദീനി ബിൽളറൂറ കാഫിറുൻ ഖത്അൻ എന്നാണ്. ദീനിൽ ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതായ മുജ്മഉ അലൈഹി ആയതിനെ നിഷേധിച്ചാൽ ആ നിഷേധി കാഫിറാണ്, അത് ഖത്അാണ്, തർക്കമില്ല. ഇനി അതിന്റെ ശറഅ് വായിച്ചു നോക്കാം. വഹുവ, ഇവിടെ എന്താ പറഞ്ഞത്? ജാഹിദുൽ മുജ്മഇ അലൈഹി, മുജ്മഉ അലൈഹിയെ നിഷേധിക്കുന്നവൻ. എങ്ങനത്തെ മുജ്മഉ അലൈഹി? അൽ മഅലൂമി, അറിയപ്പെട്ട. എവിടെ? മിനദ്ദീനി, ദീനിൽ. അപ്പൊ ദീനിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അറിയപ്പെട്ടതായ മുജ്മഉ അലൈഹി, അത് എങ്ങനെയാണ്? ബിൽ ലറൂറ, ലറൂറത്ത് കൊണ്ട്. ലറൂറത്ത് കൊണ്ട് ദീനിൽ നിന്ന് അറിയപ്പെട്ട മുജ്മഉ അലൈഹിയെ നിഷേധിക്കുന്നവൻ. അവിടെ ലറൂറത്ത് ബഹുവ ദീനിൽ മഅലൂമായി, ലറൂറത്ത് കൊണ്ട് ദീൻ മഅലൂമാവാന്ന് പറഞ്ഞാൽ ബഹുവ അത് മാ ഒന്നാണ്. യഅരിഫുഹു, ആ ഒന്നിനെ അറിയും. മിൻഹു, അതിൽ നിന്ന്. ആരറിയും? അൽ ഖവാസു, ഖവാസും, വൽ അവാമു, അവാമു എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളും പണ്ഡിതന്മാരും ഒക്കെ, എല്ലാവരും ഉൾപ്പെട്ട സമൂഹം, എല്ലാവർക്കും അതറിയാം. വലിയ തെളിവൊന്നും ഞാൻ നിരത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാൻ കഴിയുന്ന, അറിയണ്ടെന്ന് വിചാരിച്ചാലും അറിയാൻ കഴിയുന്ന പൊതുവെയുള്ളൊരു അറിവ്. അങ്ങനെ ദീനിൽ ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടു. അങ്ങനത്തിനെ നിഷേധിക്കുന്നവൻ. ഇവിടെ അവർ അറിയാന്ന് പറഞ്ഞത് മിൻ ഗൈരി ഖബൂലിൽ തശ്കീക്കി, സംശയം വരുത്തലിന് സ്വീകരിക്കാതെ. ഒരു സംശയം ആ കാര്യത്തിലില്ല. അപ്പൊ സംശയിപ്പിക്കലിനെ സ്വീകരിക്കാത്ത വിധം എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒന്ന് ലറൂറത്ത്. ഫൽതഹഖ, ആ ഒന്ന് ബിൽ ലറൂറത്തി, ലറൂറത്തിനോട് ചേർന്ന് വന്നു. അതാണിപ്പോ ബിൽ ലറൂറത്തി എന്ന് ശരിയാക്കി കൊണ്ടുവന്നത്. അപ്പൊ ലറൂരിയായതിനോട് ചേർന്ന് വന്നു ആ ഒന്ന്. അങ്ങനത്തെ ഒന്നാണ് ലറൂറത്ത്. ആ ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടത് നാം പറഞ്ഞു. അതിന് ഉദാഹരണം വുജൂബി സ്വലാത്തി, നിസ്കാരത്തിന്റെ വുജൂബ്, വസ്സോമി, നോമിന്റെ വുജൂബ്, വ ഹിർമത്തി സിന വൽ ഖംർ, കള്ള്, സിന, ഇവയുടെ ഹറാമ്. ഇതൊക്കെ ഇപ്പോ ദീനിൽ അറിയപ്പെട്ടതാണ്, ലറൂറത്തുകൊണ്ട് അറിയപ്പെട്ടതാണ്. അതിലാർക്കും തർക്കമില്ല, മുജ്മഅാണ്. ഇതിലിപ്പോ തെളിവ് നിരത്തി അത് ആണോ അല്ലെ സംശയിക്കാൻ ആർക്കും ഇവിടെ വകല്ല, എല്ലാവർക്കും ഉറപ്പാണ്. ഇങ്ങനത്തെ വുജൂബിനെ നിഷേധിച്ചു. ഇത് മുജ്മഉ അലൈഹിയാണ്, ദീനിൽ ലറൂറത്തുകൊണ്ട് അറിയപ്പെട്ടതുമാണ്. ഇങ്ങനെ നിഷേധിച്ചാൽ കാഫിറുൻ, അവൻ കാഫിറാണ്. ഖത്അൻ, ഉറപ്പായിട്ടും അവൻ കാഫിറാണെന്ന്. എന്താ അവൻ കാഫിറാണെന്ന് പറയാൻ കാരണം? ലി അന്ന ജഹ്ദഹു, ഇവൻ നിഷേധിച്ചത് ഇതല്ലേ മുജ്മഉ അലൈഹി കാര്യം. ആ നിഷേധം യസ്തൽസിമു, അത് നിർബന്ധമാക്കുന്നു തക്ദീബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി, നബി തങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യത്തെ കളവാക്കലുണ്ട്. ഫീഹി, ആ വിഷയത്തിൽ. അപ്പൊ മുജ്മഉ അലൈഹി ആയതിനെ നിഷേധിച്ചതിൽ നബിയെ കളവാക്കൽ ലാസിമായി വരും. അതുകൊണ്ടാണ് ഖത്ത് ആയിട്ടും കാഫിർ എന്ന് പറയാൻ കാരണം. വമാ ഔഹമഹു കലാമുൽ ആമിദിയി വബിനുൽ ഹാജിബി മിൻ അന്ന ഫീഹി ഖിലാഫൻ ലൈസ ബിമുറാദിൻ ലഹുമാ. ഇവിടെ വേറൊരു കുഴപ്പം എന്നുണ്ട്. അതാണ് ഷാരിഹ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഖത്അൻ എന്ന് പറയുമ്പോ ഇവിടെ ഒരു അഭിപ്രായത്തിനോടല്ലോ. എന്നാൽ വമാ ഔഹമഹു കലാമുൽ ആമിദിയി വബിനുൽ ഹാജിബി, ഇബ്നു ഹാജിബിന്റെയും ആമിദിയുടെയും കലാമ് ആരെങ്കിലും പരിശോധിക്കുമ്പോൾ ആ കലാമ് തോന്നിപ്പിക്കുന്നു എന്ത്?
മിൻ അന്ന ഫീഹി ഈ പറഞ്ഞ വിഷയത്തിൽ ഉണ്ട് ഖിലാഫുണ്ടെന്ന് തോന്നിപ്പിക്കും. അങ്ങനത്തെ ഒന്ന് അതെന്താ ലൈസാബി മുറാദില്ലുമ, അത് രണ്ടുപേർക്കും എന്താണെന്നറിയാമോ, അവർക്കുള്ള മുറാദേ അല്ല. അപ്പൊ അവ രണ്ടുപേരുടെയും കലാമ് തോന്നിപ്പിക്കുന്ന ഖിലാഫുണ്ടെന്നല്ലേ? അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒന്ന് അത് രണ്ടുപേർക്കും ഉദ്ദേശമേ ഇല്ല എന്ന. പിന്നെ അവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ആ രണ്ടുപേരും പറഞ്ഞ ഖിലാഫ് അത് ദീനിൽ മഅലൂമും ബിൽ ദറൂറത്തല്ല. ദീനിൽ എന്തല്ല? മഅലൂമും ബിൽ ദറൂറത്തല്ല, അതിലേക്കാണ്. മഅലൂമും ബിൽ ദീനി ദറൂറത്തായതോ അത് ജുഹദ് ചെയ്ത കാഫറാത്ത വിഷയത്തിൽ തർക്കല്ല. അപ്പൊ അങ്ങനെ തോന്നിപ്പിക്കുന്ന ആ കലാമ് ഇങ്ങനെയാണ്, മുജ്മഉൻ അലൈഹിയാണ്. പക്ഷെ മഅലൂമും ബിദ്ദീനി ബിൽ ദറൂറത്തല്ല, മഅലൂമും മിനദ്ദീനി ബിൽ ദറൂറത്തല്ലാത്തത് കൊണ്ട് തർക്കം വന്നതാണ്. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ താരീഖ് പറഞ്ഞത്. അപ്പൊ അവിടെ ഖിലാഫില്ലാതാക്കി തോന്നിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. വകദൽ മുജ്മഉൻ അലൈഹി, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മുജ്മഉൻ അലൈഹി. എങ്ങനത്തെ മുജ്മഉൻ അലൈഹി? അൽ മശ്ഹൂറു ബൈനൻ നാസി, ജനങ്ങൾക്കിടയിൽ ആകെ പ്രചാരമുള്ള മുജ്മഉൻ അലൈഹി. അപ്പൊ മാരും പോയിട്ട് മഷൂറായി. അൽ മൻസൂസു അലൈഹി, അതിന്റെ മേൽ നസ്സുമുണ്ട്. അതിന്റെ മേൽ നസ്സാക്കപ്പെട്ട ജനങ്ങൾക്കിടയിൽ മഷ്ഹൂറുമായ ഒരു മുജ്മഉൻ അലൈഹി ഉണ്ട്. ആ മുജ്മഉൻ അലൈഹിയെ നിഷേധിച്ചാലും എന്താവും? കാഫിറാവും. പക്ഷേ അവിടെ ഖത്അ അല്ല. അതിന്റെ ഉദാഹരണം പറയാം. കഹല്ലിൽ ബൈഇ, കച്ചവടത്തിന്റെ ഹലാല് പോലെ. ജാഹിദുഹു, അത് മഷ്ഹൂറായ മുജ്മഉൻ അലൈഹിയാണ്. കച്ചവടം ഹലാലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ജനങ്ങൾക്കിടയിലല്ല, മഷ്ഹൂറുമാണ്. അങ്ങനെ കച്ചവടം ഹലാല് ആണ് എന്നതിൽ ഖുർആന്റെ വ്യക്തമായ നസ്സുമുണ്ട്. ഹദീസിന്റെ നസ്സു കണ്ടല്ലോ, നസ്സുമാണ്, മഷ്ഹൂറുമാണ്. പക്ഷെ ഇവിടെ എന്തായില്ല? ബില്ലറൂറത്തായില്ല. അപ്പൊ അതുകൊണ്ട് ഖിലാഫ് വരും. അങ്ങനെ വന്നപ്പോ അസഹ് പ്രകാരം കച്ചവടത്തിന്റെ ഹലാൽ നിഷേധിച്ചാൽ കച്ചവടം ഹലാൽ അല്ലാതെ പറഞ്ഞു. എന്നാൽ കാഫിറാണ് ഫിൽ അസഹി, ബലപ്പെട്ട അഭിപ്രായത്തിനനുസരിച്ച്. അതെന്താ? ലിമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതിനാണ് വിഷയം. നബിയെ കളവാക്കുന്നൊരു പരിപാടി അവിടെ വരുന്നുണ്ട്. മഹാനായ നിബിധങ്ങള് പറഞ്ഞു തന്നെയല്ലേ അത്. അപ്പൊ അത് നിഷേധിക്കലല്ലേ വരുമ്പോ നബിനെ കളവാക്കല്ലേ വരിക. അതുകൊണ്ട് വഖീല, അസഖിന് എതിര് പറയുന്നു. ലാ, സംഗതി എന്തല്ല, കാഫിറാകൂല നിഷേധിച്ചാൽ. ലി ജവാസി ഐ യുഖ്ഫ അലൈഹി, അത് അവന്റെ മേൽ തിരിയാതെ മറഞ്ഞു കിടന്നത് ആവാൻ ജായിസാണല്ലോ. അതുകൊണ്ട് അവനറിയില്ല. അപ്പൊ അത് അവന്റെ മേലിൽ നിഗൂഢമായി കിടക്കുകയാണ്, അവനറിയാത്തൊരു രൂപത്തിന്. അങ്ങനെ ജായിസ് ആയിക്കൂടെ? അങ്ങനെ ജായിസ് ആകുമ്പോ അത്തരമൊരു കാര്യത്തിൽ നിഷേധിക്കുകയാണെങ്കിൽ കാഫിറാവും. ഇല്ല. അപ്പൊ അങ്ങനെ വരാം. ആ മസ്ഹൂറായതിനെ, മസ്ഹൂറും മൻസൂസുമായ മുജ്മഉൻ അലൈഹി നിഷേധിച്ചാൽ കാഫിറാണ് അല്ല, തർക്കമുണ്ട്. അസഹ് കാഫിറാണ്, അസഖിന് എതിര് ഖീല കാഫിറല്ല എന്നുമാണ്. ഇനി മൻസൂസിമിനൽ മഷ്ഹൂരി, മഷ്ഹൂറാണ് പക്ഷെ മൻസൂസ് അല്ല. ഇവിടെ മഷ്ഹൂർ മൻസൂസ പറഞ്ഞത്. മഷ്ഹൂറിൽ നിന്ന് മൻസൂസ് ആവാത്ത മുജ്മഉൻ അലൈഹി നിഷേധിച്ചാലോ അതിനെന്താ പറയാ? തറദ്ദുദുൻ, അതിൽ ഇടയാട്ടമുണ്ട്. എന്താന്ന് പറയാൻ പറ്റുന്നില്ല. ഏതായാലും നോക്കട്ടെ. ഖീല പറയുന്നു, ഒരു കൂട്ടർ പറയുന്നു യക്ഫുറു ജാഹിദുഹു, അതിനെ നിഷേധിച്ചവൻ കാഫിറാകും. കാഫിറാകും എന്നതിനെന്താ ന്യായം? ശുഹറത്തി, അത് പ്രചാരമില്ലേ, പ്രചാരമുള്ളതിനെ നിഷേധിച്ചില്ലേ, അതുകൊണ്ട്. വഖീല, മറ്റൊരു ഖീല പറയുന്നില്ല, കാഫിറാകൂല. അതിൽ ജവാസി ഐ യഖ്ഫ അലൈഹി, അത് അദ്ദേഹത്തിന്റെ മേലിൽ തിരിയാതെ പോയി, മറഞ്ഞു കിടക്കുകയാണ്. എന്താന്നുള്ളത് അങ്ങനെ മറവി, ആ മറയൽ അത് വെളിവാവാതെ ഹഫിയായി മറഞ്ഞു നിൽക്കൽ ജായിസാണല്ലോ അയാൾക്ക്. ആ നിലപാടിൽ അയാൾ നിഷേധിച്ചത് കൊണ്ട് എന്താവൂല? കാഫിറാവൂലല്ലോ എന്ന് ഖീല. വലാ യക്ഫുറു ജാഹിദുൽ മുജ്മഉ അലൈഹിൽ ഖഫിയ്യി, മഷ്ഹൂറുമല്ല, മൻസൂസുമല്ല, ഗൈറു മൻസൂസുമല്ല, മഅലൂമുമല്ല. ഇങ്ങനത്തെ ഒരു മുജ്മഉ അലൈഹി, പക്ഷെ ഖഫിയാണ്.
അപ്പൊ മഅലൂമുൻ മിനദ്ദീനി ബിൽ ദറൂറ എന്ന് പറഞ്ഞില്ലേ, അതിന് എതിരാ പറയണത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ പറയണത്? മുജ്മഉൻ അലൈഹിയെ നിഷേധിച്ചവൻ കാഫിർ ആകൂല. എങ്ങനത്തെ മുജ്മഉൻ അലൈഹി? അൽ ഖഫിയ്യി, എല്ലാവർക്കും തിരിയാത്തത് എന്നർത്ഥം. അല്ലാ യഅരിഫു, അതിനെ തിരിയൂല. ഇല്ലൽ ഖവാസു, പ്രത്യേകമായ അറിവുള്ള ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലാകുന്ന മുജ്മഉൻ അലൈഹിയുണ്ട്. അങ്ങനത്തെ മുജ്മഉൻ അലൈഹി നിഷേധിച്ച കാഫിറാവോ? ഇല്ല ഇല്ല. അതിനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് ക ഫസാദിൽ ഹജ്ജി ബിൽ ജിമാഇ ഖബ്ലൽ വഖൂഫി എന്ന, അറഫയിൽ നിൽക്കുന്നതിന്റെ മുമ്പ് തന്റെ ഭാര്യയുമായി ഒരാൾ ബന്ധപ്പെട്ടു, അങ്ങനെ ബന്ധപ്പെട്ടത് കൊണ്ട് ഹജ്ജ് ഫസാദാകും എന്നുള്ളതാണ്. അത് മുജ്മഉൻ അലൈഹിയാണ്. പക്ഷേ ആ മുജ്മഉൻ അലൈഹി ഖഫിയ്യ എന്ന് എല്ലാവർക്കും തിരിയുന്നില്ല, ഖവാസിന് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ളൊരു ഉദാഹരണം. ഇതുപോലെ ഇത് നിഷേധിച്ചാൽ കാഫിറാവൂല. അപ്പൊ അവൻ പറയാണ്, അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഹജ്ജ് ഫസാദാകുന്നതിന് ഫസാദാകൂല എന്ന് പറഞ്ഞു. അത് നിഷേധിച്ച കാഫിറാവില്ല. വലു കാനൽ ഖഫിയ്യു മൻസൂസൻ അലൈഹി, ഖഫിയാണ്, പ്രത്യേകമായ ആളുകൾക്ക് തിരിയും, പക്ഷെ അത് മൻസൂസാണ്. എന്നാലോ അത് ഏതുപോലെ? ഇസ്തിഹ്ഖാഖി ബിന്തിൽ ഇബ്നി അസ്സുദുസ്, മകന്റെ മകൾ 1/6 ബന്ധമാക്കും. എന്തോടൊപ്പം? മഅ ബിന്തി സ്വൽബി, സ്വന്തം മകളോടൊപ്പം. അപ്പൊ സ്വന്തം മകളുണ്ട് ഒരു ആൾക്ക്, പിന്നെ ആ സ്വന്തം മകളോടുകൂടെ മകനൊരു മകളുമുണ്ട്. എന്നാൽ ഈ മകന്റെ മകൾ സുദുസിനെയാണ് ഉടമയാക്കുക എന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ അതുകൊണ്ട് വിധിച്ചിട്ടുമുണ്ട്. ഇത് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാല് കമാറവാഹുൽ ബുഖാരി, ഈ വിഷയം ബുഖാരി റിപ്പോർട്ട് ചെയ്തതുപോലെ അവിടെ ഉണ്ടാവും. അപ്പൊ നബി തങ്ങൾ വിധിച്ചതാണ് ഇപ്പൊ ഈ മസ്അല. ഇത് മൻസൂസ് ആണ്, നസ്സാക്കപ്പെട്ടതല്ലേ, നസ്സാക്കപ്പെട്ടതായ ഖഫിയ എന്താണ്, അതിപ്പോ എല്ലാവർക്കും തിരിയൂല. അങ്ങനെ വന്നാൽ എന്നാൽ പോലും നിഷേധിച്ചാൽ കാഫിറാവൂല എന്നർത്ഥം. അതുപോലെ അലാ യക്ഫുറു ജാഹിദുൽ മുജ്മഉ അലൈഹി മിൻ ഗൈരി ദീനി, നമ്മൾ പറഞ്ഞ ദീൻ എന്നാണ്. ഇനി ദീൻ അല്ലാത്തതിൽ മുജ്മഉ അലൈഹിയാണ് കൂട്ടിക്കോളയും. ദീൻ അല്ലാത്തതിൽ മുജ്മഉ അലൈഹി, അതിനെ നിഷേധിച്ച കാഫിറാവോ? ഇല്ല. ദീനിൽപ്പെടാത്തൊരു മുജ്മഉ പെയ്താ നമ്മൾ അന്തം വിടണ്ട. കവുജൂദി ബഗ്ദാദ്, ബഗ്ദാദ് ഉണ്ടെന്ന് ആർക്കും തർക്കമല്ല, എല്ലാവർക്കും അറിയാം, ലറൂറത്തുമാണത്. ഇനി അതിന് തെളിവും കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ദീനീയായ കാര്യത്തിൽ പെട്ടതല്ല. ബഗ്ദാദ് ഉണ്ടെന്ന് അറിയല് മുജ്മഉ അലൈഹിയുമാണ്. അപ്പൊ ഒരാൾ പറയാം ബഗ്ദാദ് ഇല്ല, എന്നോ കാഫിറാകോ? ഇല്ല, ഖത്അൻ ഉറപ്പായിട്ടും. അത് ദീനിൽ പെടാത്തത് കൊണ്ടാണ്. അത് ദീനി അല്ലാത്ത മുജ്മഉ അലൈഹിയാണ്. അതുകൊണ്ട് എന്താകൂല, കാഫിറാവൂല, നിഷേധിച്ചാൽ എന്താണ്. അപ്പോ നമ്മളെ ഇജ്മാഇന്റെ ചർച്ച അതോടുകൂടി കഴിഞ്ഞു. അതിനുള്ള ഹാത്തിമയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അൽ കിതാബുർ റാബിഉ ബിൽ ഖിയാസ്, ഇസ്ലാമിക പ്രമാണങ്ങൾ 4 കിതാബ്, സുന്നത്ത്, ഇജ്മാ ആ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഖിയാസിനെ കുറിച്ച 4ാമത്തെ പ്രമാണം. ആ ഖിയാസിനുള്ളതാണ് 4ാമത്തെ കിതാബ്. മിൻ അദില്ലത്തി ശർഇയ്യ, ഈ ഖിയാസ് ശർഇയ്യായ ലക്ഷ്യങ്ങളിൽ നിന്നായ സ്ഥിതിയിൽ. അപ്പൊ ഈ ഖിയാസ് എവിടെയാണ്? ശർഇയ്യായ ലക്ഷ്യങ്ങളിലുള്ളതാ, അതിൽപ്പെട്ട ഖിയാസാണ്. ആ ഖിയാസിലാണ് 4ാമത്തെ കിതാബിന്റെ ചർച്ച. വഹുവ ഹംലു മഅലൂമിൻ അലാ മഅലൂമിൻ ലിമുസാവാതിഹി ഫി ഇല്ലത്തി ഹുക്മിഹി ഇൻദൽ ഹാമിലി. ഇങ്ങനെയാണ് ഖിയാസിന്റെ നിർവചനം. അതിന്റെ ചുരുക്കമെന്ന്, ഖിയാസി എന്നാൽ അറിയപ്പെട്ടതിന്റെ മേൽ ചുമത്തുക. രണ്ടും എന്തായി? അതിനെ സമമാക്കിയതിന് വേണ്ടി, ഒന്നാമത്തതിനെ രണ്ടാമത്തതിനോട് സമമാക്കിയതിന് വേണ്ടിയാണ് ചുമത്തുന്നത്. ഏതിലാണ് സമമായി വരുന്നത്? അതിന്റെ ഹുക്കം എന്താണ്? ആ ഹുക്കുമിന്റെ ഇല്ലത്തിൽ സമമായി വന്നു. അതുകൊണ്ട് എന്തായി? മഅലൂമിനെ മേൽ ചുമത്തുക. ആ ചുമത്തൽ ആരുടെ അടുക്കലാണ്? ഹുക്കുമിന്റെ ഇല്ലത്തിൽ സമമാക്കുക എന്ന് പറഞ്ഞത് ഇൻദൽ ഹാമിലി, അതിനെ ചുമത്തുന്ന ആളുടെ അടുക്കൽ. അത് ചുമത്തുന്ന ഒരാള് മുജ്തഹിദാകുമല്ലോ.
അപ്പൊ മുജ്തഹിദിന്റെ അടുക്കൽ ഹുക്കുമിന്റെ ഇല്ലത്തിൽ ഒന്നിനെ രണ്ടാമത്തതിനോട് സമമാക്കി. അങ്ങനെ സമമാക്കിയതിന് വേണ്ടി മഅലൂമായതിനെ മഅലൂമിന്റെ പേരിൽ ചുമത്തുക എന്നുള്ളതാണ് ഖിയാസ്. ഇനി മഅലൂമും ഇവിടെ പറഞ്ഞു. അത് ഇൽമിൽ നിന്നുള്ള തന്നെയാണ്, അറിയപ്പെട്ടതിന്റെ അർത്ഥം. എങ്കിൽ ഇൽമിന്റെ അർത്ഥം ഇവിടെ മാറുന്നുണ്ട്. ബിമാന തസവൂർ എന്ന അർത്ഥം കൊണ്ട. അപ്പൊ തസവൂറായതിനെ തസവൂറാക്കപ്പെട്ടതിന്റെ മേലെന്താവുക? ചുമത്തുക. അങ്ങനെ അർത്ഥം വെക്കേണ്ടി വരും. ബിഹി എന്നതാണ് ചുമത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? തസവൂറായ ഒന്നിനെ തസവൂറാക്കപ്പെട്ടതിനോട് ചേർത്തുക. എന്ത് ചേർത്തുക? ബി ഹുക്മിഹി, അതിന്റെ വിധിയിൽ. അപ്പൊ മഖീസ് അലൈഹിയുടെ വിധിയിൽ മഖീസിനെ ചേർത്തുക. എന്തിനാണ് അങ്ങനെ ചേർത്തിക്കൊണ്ടുവരുന്നത്? ലി മുസാവാത്തിഹി, അതിനെ സമമാക്കിയതിന് വേണ്ടി. ഇവിടെ തെറുക്കി പറയാറുള്ളത് മുളാഫുൽ മഖ്ഊലി, അത് മഖ്ഊലിലേക്ക് ചേർക്കപ്പെട്ട മസ്തറാണ് മുസാവാത്ത്. അപ്പൊ എന്തായി അർത്ഥം? ഐ ലി മുസാവാത്തിൽ മുസാവാത്തിൽ ഔവലി അസാരിയ, ഒന്നാമത്തേതിനെ രണ്ടാമത്തതിനോട് സമമാക്കി, അതുകൊണ്ടാണ് ചുമത്തൽ. അപ്പൊ അങ്ങനെയായി അർത്ഥം. ഫി ഇല്ലത്തി ഹുക്മിഹി, അതിന്റെ ഹുക്മിന്റെ ഇല്ലത്തിൽ. അതിങ്ങനെ ഇല്ലത്ത്, അതിന്റെ പരിപൂർണതയോടുകൂടി ഇല്ലത്തിന് ഒന്നാമത്തതിൽ ഉണ്ടാവുക. ആ ഒന്നാമത്തതിൽ പരിപൂർണമായി ഇല്ലത്തെത്തുക. ഇങ്ങനെ ആവൽ കൊണ്ടാണ് ഹുക്മിൽ ഇല്ലത്തിൽ മുസാവാത്ത് എന്ന് പറയുന്നത്. ആരുടെ അടുക്കൽ? മുസാവാത്ത് ഇന്ദൽ ഹാമിലി, മുജ്തഹിദിന്റെ അടുക്കൽ. ഹാമിലി എന്ന് പറഞ്ഞാൽ അർത്ഥം ഓവൽ മുജ്തഹിദു എന്നാണ്. മുജ്തഹിദിന്റെ അടുക്കൽ എന്നാണ് അർത്ഥം. വാഫഖ മാബി നഫ്സിൽ അംർ, കാര്യത്തിലെ യഥാർത്ഥത്തിൽ ഉള്ളതിനോട് ഈ പറഞ്ഞ ഖിയാസ്, ഈ ചുമത്തിലുണ്ടല്ലോ ഖിയാസ്, അത് യോജിക്കട്ടെ. അംല, യോജിക്കാതിരിക്കട്ടെ. യോജിക്കാതിരിക്കലെങ്ങനെ? ബി അള്ളാഹു വലത്തുഹു, അതിന്റെ പിഴവ് വെളിവാവുക. അപ്പൊ യോജിച്ചില്ലാന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ആവട്ടെ, എന്തായാലും വേണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഫതനാവൽ ഹദ്ദു, അപ്പോൾ ഹദ് എന്ത്? ഖിയാസ് പറഞ്ഞല്ലോ. ആ ഖിയാസിനുള്ള തഹരീഫ്, ആ തഹരീഫ് അൽ ഖിയാസ് ഫാസിദ, ഫാസിദായ ഖിയാസിനെയും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ അതിൽ വരുന്നത് സ്വഹീഹി, സ്വഹീഹായതുപോലെ സ്വഹീഹിനെ ഉൾപ്പെടുത്തിയതുപോലെ തന്നെ ഫാസിദ ഖിയാസിനെ ഉൾപ്പെടുത്തും. നമ്മളോട് പറഞ്ഞത് എന്താ? തസവൂറായ ഒന്നിനെ തസവൂറാക്കപ്പെട്ടതിന്റെ മേൽ ചുമത്തുക. ഇവിടെ തസവൂറായി അറിയപ്പെട്ടതിനെ അറിയപ്പെട്ടതിൽ ചുമത്തുക എന്നുള്ളതല്ലേ. അപ്പോ എല്ലാവരും വരും. അൽ മഹദൂദു, ഹദ്ദാക്കപ്പെട്ടതിനെ പ്രത്യേകമാക്കപ്പെട്ടാൽ. എന്തിനോട് പ്രത്യേകമാക്കി? ബി സ്വഹീഹി, സ്വഹീഹിനോട് മാത്രമുള്ളതാണ്. അപ്പൊ ഖിയാസ് സ്വഹീഹ്, അതാണ് വഖൂന മഹദൂദ്. ആ മഹദൂദായ സാധനം സ്വഹീഹ് കൊണ്ട് മാത്രമാണ് എന്ന് വന്നാൽ അയ ഖുസിറ അലൈഹി, ആ സ്വഹീഹിന്റെ മേലിൽ ചുമത്തി. അങ്ങനെ വന്നാൽ ഹുദീഫ ബിൽ ഹദ്ദി, അപ്പൊ തഹരീഫിൽ നിന്ന് കളയപ്പെട്ടു. അൽ അഖീറു, മറ്റേത് കളയപ്പെട്ടു. അവസാനം പറഞ്ഞത് കളയപ്പെട്ടു. കാരണം സ്വഹീഹ് എന്തുണ്ടോ അതേ ഖിയാസിന് പറ്റൂ എന്ന് തഫ്സീറാക്കി വെച്ചു. അപ്പൊ പിന്നെ ഫാസിദ ഖിയാസ് വരാൻ പറ്റൂല. വഹുവ, അത് ഇന്ദൽ ഹാമിലി, അത് ഈ പറഞ്ഞത് ആരുടെ അടുക്കലാണ്? അത് മുജ്തഹിദിന്റെ അടുക്കലാണ്. അവ വലായത്തനാവലു, അങ്ങനെ വരുമ്പോൾ സഹീഹ് കൊണ്ട് മഹദൂദിനെ പ്രത്യേകമാക്കപ്പെട്ടു. തഹരീഫിൽ നിന്ന് മറ്റേതിനെ കളയപ്പെടുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ വലായത്തനാവലുഹീന, ഇതിൽ ഈ പണിക്കൂടെ നടക്കുമ്പോ ആ തഹരീഫ് അപ്പൊ ഉൾപ്പെടുത്തൂല. ഇല്ല സ്വഹീഹ, സ്വഹീഹായത് എന്തോ അത് മാത്രമേ ഉൾപ്പെടുത്തൂ. അപ്പൊ സഹീഹായ ഖിയാസ്. എന്തുകൊണ്ട്? മുസാഫാത്തിൽ മുത്ലഖ ഇലാന മാബി നഫ്സിൽ അംർ, കാര്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒന്നിലേക്ക് മുത്ലഖും മുസാഫാത്ത് ഉണ്ട്. മുത്ലഖായ മുസാവാത്ത്, സമവാക എന്നുള്ളത് കണക്കായതൊന്നുമില്ല. അങ്ങനത്തെ മുസാവാത്ത് തിരിഞ്ഞു. അങ്ങനെ തിരിഞ്ഞു പോയതിന് വേണ്ടി ആണ് സ്വഹീഹായതിനെ മാത്രം സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. വൽ ഫാസിദു, ഫാസിദ്
ഫാസിദ് കബില ദുഹൂലി ഫസാദിഹി, അത് ഫസാദായിട്ടുണ്ട് എന്ന് വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ ഫാസിദാകുന്നു. ഫാസിദല്ല, പിന്നീട് ഫാസിദാകും. അങ്ങനെ വെളിപ്പെടുന്നതിന് മുമ്പുള്ള ഫാസിദ് മഅമൂറുൻ ബി കസ്വഹീഹി, സ്വഹീയായ ഖിയാസ് പോലെ ഫാസിദായ ഖിയാസ് കൊണ്ടും അമൽ ചെയ്യപ്പെടേണ്ടതാണ്. ഇങ്ങനെയാണ് അതിലുള്ളത്. വഹുവ, ഈ ഖിയാസ് ഹുജ്ജത്തുൻ ഫിൽ ഉമൂരി ദുന്യവിയ്യ, ദുന്യവിയായ കാര്യങ്ങളിൽ ഹുജ്ജത്ത് ലക്ഷ്യത്തിന് പറ്റും ഖിയാസ് എന്നുള്ളതാ. അപ്പൊ ഹുജ്ജത്തിന് പറ്റും, ലക്ഷ്യത്തിന് പറ്റും, ദുന്യവിയായ കാര്യത്തിലാണെങ്കിൽ ഖിയാസ് എന്നുള്ളതാണ്. അത് ഉദാഹരണക്കൽ അദ്വിയ, ചികിത്സ പോലെ ചികിത്സിക്കാനുള്ള മരുന്നുണ്ട്, ആ മരുന്ന് കൊടുത്തു. അതിനോട് എന്തായി, ഇതേ രോഗത്തിന് ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഇതേ രോഗത്തിന് മറ്റൊരു മരുന്നും പറ്റുന്നുണ്ട്. ഈ മരുന്നും ആ മരുന്നുള്ള കാരണം ഒന്നാണ്. ആ നിലപാടിലൂടെ ദുന്യവിയായ കാര്യമാണ്, രോഗം വേണ്ടി മാറാൻ വേണ്ടി ഇങ്ങനെ ഗവേഷണം നടത്തിയിട്ട് ഖിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റും, മരുന്ന് ഉപയോഗിക്കാം. അപ്പൊ ദുന്യവിയായ കാര്യത്തിൽ എന്ത് പറ്റും, ഖിയാസ് ഹുജ്ജത്താണ് എങ്കിൽ. ഖാലിൽ ഇമാം റാസി പറയുന്നു ഇത്തിഫാഖൻ, അത് ഹുജ്ജത്താണ്, ഇത്തിഫാഖാണ് എന്നുള്ളതാണ്. അസ്നദ് മുസന്നിഫ് ഇത്തിഫാഖിനെ ചേർത്തു, ഇലൈഹി മുസന്നിഫിലേക്ക് ചേർത്തി പറഞ്ഞു. എന്തിന്, ലിയബ്റഅ മിൻ വഹദതിഹി. ഇത്തിഫാഖ് എന്ന് പറയുന്നതിന്റെ ആ ഒരു കീർത്തന, ഒരു തക്ലീഫ്, അത്തരം ഒരു തക്ലീഫിനെ തൊട്ട് ഇവിടെ ഒഴിവാകണം. അത് പറ്റുന്ന മാർഗം ഇതുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒഴിവായി. ആ ഒഴിവാവൽ കാരണം കൊണ്ടാണ് ഇത്തിഫാഖ് ഇമാം അവർ പറഞ്ഞത്. അമ്മ വൈറുഹ, അപ്പോൾ ശറഈ പോലോത്തത് അല്ലാത്തത്. അമ്മ വൈറുഹ എന്ന് പറയുന്നതൊക്കെ ശറഈയത്തി, ശറഈ പോലെ. അപ്പൊ ശറഈയായത് പോലെ എന്തായി, ആ വൈറ് ഏതാ വൈറ്, അദവിയത്തല്ലാത്ത വൈറോ, ദുന്യവി അല്ലാത്തത്. ദുന്യവി അല്ലാത്തത് ഏതുപോലെ, ശറഈയത്തി, ശറഈ പോലെ. അപ്പൊ ശറഈയായ കാര്യം നടത്താം. ഇങ്ങനെ ശറഈയായ കാര്യം ഫമനഉ ഖൗമുൻ ഫീഹി, ശറഅ് അല്ലാത്ത കാര്യത്തിൽ വിലങ്ങിയിരിക്കുന്ന ഖിയാസിനെ ആര്, അഖ്ലൻ, അഖ്ലൻ നിലക്ക് മറ്റ് ചെയ്തിട്ടുണ്ട്. ഖാലു, അവര് പറയുന്നു, ലി അൻഹു, നിശ്ചയമായിട്ടും കാര്യം, ത്വരീഖുൻ, ഒരു വഴി, ലാ യുഅ്മനു ബിൽ ഖത്ഉ, അതിൽ പിഴവ് ഒരിക്കലും നിർഭയമല്ല, വിശ്വസിക്കാനേ പാടില്ല. അത്തരം പിഴവ് വരുന്നൊരു വഴിയാ, ആ വഴിയാണ് അത് എന്നവർ പറഞ്ഞു. അതുകൊണ്ട് അഖ്ലൻ നിലക്ക് ശറഈയായതൊന്നും എന്താകാൻ പറ്റൂല, ഖിയാസിന് പറ്റൂല. വൽ അഖിൽ, അഖിൽ തീരുമാനിക്കുക എന്താണ്, മാനിഉ മിൻ സുലൂകി ദാലിക, ആ വഴിയിൽ പ്രവേശിക്കേണ്ട തൊട്ട് തടയുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അഖിൽ, ബുദ്ധിയുള്ളവൻ ചെയ്തത്. കൊല്ല, നമ്മൾ പറയട്ടെ, അന്നുഹു മുറജ്ജിഹുൽ ലിതർക്കിഹി എന്നതാ. സുലൂക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി അത് പഴം വരും, ബുദ്ധി അതിന് ആ വഴി ഒഴിവാക്കലിനെ തേടുന്നതാണെന്നല്ലേ പറഞ്ഞത്, തടയുന്നതാണെന്നല്ലേ പറഞ്ഞത്. വലഖലു, ബുദ്ധി, മാനിയും തടയുന്നതാണ്, സുലൂക്കി ദാലിക, ആ വഴിയിൽ പ്രവേശിക്കലിനെ തൊട്ട്, ആ സുലൂക്ക് വേണ്ട, ആ വഴിയെ തൊട്ട് തടയുന്നതാണ് എന്ന് പറഞ്ഞു ബുദ്ധി. അവിടെ പിടിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കൊല്ല, നമ്മൾ പറയട്ടെ, അന്നഹു, നിശ്ചയമായിട്ടും അഖില് മുറജ്ജിഹുൻ, അത് റാജിയാക്കല്ല, ലിതർക്കിഹി, സുലൂക്ക് ഒഴിവാക്കുക ഇത് റാജിയാക്കലാണ്. നിങ്ങളവിടെ മാനിയ പറഞ്ഞത് ശരിയല്ല. ലാബിമാന അന്നഹു മുഹിരു ലഹു, അത് അഖില് എന്ത് ചെയ്യാ, അഖില് ഇവിടെ റാജി ആക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ മാനിയാണ്. അപ്പൊ റാജിയാക്കുന്നു പറയുമ്പോൾ ആ അഖില് എന്ത് ചെയ്യുന്നറിയാമോ, മുഹാലാക്കുകയാണ്, ആ വഴിയെ ആ മുഹാലാക്കുകയാണ് അഖിൽ എന്ന അർത്ഥം കൊണ്ടല്ല, ഈ അർത്ഥപ്രകാരമാണ് വെക്കുന്നത്. ഏതർത്ഥപ്രകാരം, മുറജ്ജിഹാണ് ലിതർക്കിഹി, ആ സുലൂക്ക് ഒഴിവാക്കുക എന്നുള്ളതിന് തർജീഹാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ തർജീഹാണെന്ന് വെക്കുമ്പോൾ അത് മുഹാലാണെന്ന് കൊണ്ട് പറയാൻ പറ്റൂല. വകൈഫ യുഹീലുഹു, എങ്ങനെ ഇപ്പൊ അത് മുഹാലാക്കുക, ഇതാ വന്ന സവാബി, അതിൽ യഥാർത്ഥമുണ്ടെന്ന് വിചാരിച്ചാൽ. അപ്പൊ അതിലുണ്ടല്ലോ യഥാർത്ഥം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മുഹാലെന്ന് പറയാൻ പറ്റില്ല.
ഇബ്നു ഹസ്ം എന്ന് പറയുന്ന ആൾ തടഞ്ഞു. ഷറയിൽ തന്നെ ഖിയാസ് പറ്റൂല. ഖാല എന്താ പറഞ്ഞത്? കാരണം അന്നൻ നുസൂസ നസ്സുകളൊക്കെ തസ്തൗഇബു ജമീഅ അൽ ഹവാദിസി പുതുതായി എന്തൊക്കെ വരുന്നുണ്ടോ അതിനൊക്കെ ഉൾപ്പെടുത്തും. ബിൽ അസ്മാഇൽ ലഗവിയ്യായ പേരുകൾ കൊണ്ട്. മിൻ ഗൈരി ഇഹ്താജിൻ ഇലാ ഇസ്തിംബാത്തി വ ഖിയാസിൻ ഒരു ഖിയാസിലേക്കോ ഇസ്തിംബാത്തിലേക്കോ ആവശ്യമില്ലാത്ത വിധം ലഗവിയായ പേരുകളെ കൊണ്ട് പുതുതായി ഉണ്ടാകുന്ന കാര്യം അത്തരെല്ലാ കാര്യത്തെയും എന്താകുന്നു ഈ നസ്സുകൾ ഉൾപ്പെടുത്തും എന്നതാണ്. ഈ നസ്സ് ഉൾപ്പെടുത്തും. നമ്മൾ പറയുന്നു, നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ പറ്റുകാറ്. നമുക്ക് പറയാനുള്ളത് എല്ലാവരും സല്ലിമു ദാലിക, നിങ്ങൾ പറഞ്ഞ ആ പരിപാടി അവിടെ സംഭവിക്കൂല, അത് ശരിയല്ല അർത്ഥം. ദാവൂദു വൈറൻ ജലീയും ജലീ അല്ലാത്തതിനെ തടഞ്ഞു. ദാവൂദ് ഇമാമും ജലീയാണെങ്കിൽ കുഴപ്പമില്ല ഖിയാസിൽ നിന്ന്. ബിഖിലാഫിൽ ജലീയി സാദിഖി ബിഖിയാസിൽ ഊല വൽ മസാവി. മസാവി ഒന്നാം ഖിയാസ് മസാവി ഇത്തരം കാര്യങ്ങളുകൊണ്ട് പറയാൻ പറ്റുന്ന ജലീയായ ഒരു ഖിലാഫ് ഉണ്ട് നിൽക്കുക. അത്തരം ഖിലാഫിന് എതിര് എന്ന്. അത്തരം ഖിലാഫ് ഉണ്ടായാലോ ഭക്ഷണോടെ വേറെ അത്തരം ജലീയായ ഒരു ഖിലാഫ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെന്ത് പറ്റൂല, അവിടെ നമുക്ക് തടയാൻ പറ്റൂല. ജലീയ അല്ലാത്തതാണെങ്കിൽ ദാവൂദ് വരെ പറഞ്ഞ് ഖിയാസ് പറ്റൂല. അപ്പൊ ഖിയാസ് വേറെ ജലീലാണെങ്കിൽ പറ്റൂല. ജലീയായ ഖിയാസാണെങ്കിലോ അവിടെ തടയാനുമില്ല. കമായുത്തി മുഖ്തസരി മുസന്നിഫ് സറഹുൽ മുഖ്തസറിൽ ചുരുക്കി. അലാ അന്നഹു ലാ യുൻകറു ഖിയാസുൽ ഊല. ഒന്നാമത്തെ ഖിയാസിനെ എന്ത് ചെയ്യൂല, ഇൻകാർ ചെയ്യപ്പെടൂല എന്നതിന്റെ പേരിൽ എന്താണ് ചുരുക്കി. അത് മാ യകൂനു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഖിയാസ് നിഷേധിക്കൂല. അത് മാ ഒന്നാണ്. ഈ ജലീയല്ലാത്തത് പറഞ്ഞാൽ അത് മാ ഒന്നാണ്. യക്കൂന് സുബൂത്തുൽ ഹുക്മി ഫീഹി അതിലുള്ള ആ ഒന്നിലുള്ളതായ വിധിയുടെ സ്ഥിരത ആകും. ഫിൽ ഫർഇൽ ആയത് ഔലാ മിൻഹു അസ്ലി അത് സുബൂത്തായതിനേക്കാൾ ഔലയായിട്ട്. എന്തിന്? ഫിൽ അസ്ലി അസ്ലിൽ എന്തായി സുബൂത്തിനേക്കാൾ ഔലയായിട്ട് വന്നു. ഇങ്ങനത്തെ ഔലയാണ് ഫർഇൽ ഉണ്ടാവുക സാഗയിൽ. അപ്പൊ അസ്ലിലുള്ളതിനേക്കാൾ കൂടുതൽ ഏറ്റവും നല്ലത് ഫർഇലുള്ളതാണ് എന്നർത്ഥം. അതാണ് ഇപ്പോൾ ജലീയല്ലാത്തതൊക്കെ പറഞ്ഞു. കമാസയാത്തിയ ശേഷം തന്നെ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കാം. അബു ഹനീഫ ഇമാം അബു ഹനീഫ ഖിയാസ് പറ്റില്ല ആളാ. പക്ഷെ അതെന്തിനാണ്? ഫിൽ ഹുദൂദി ഹദ്ദുകള് വൽ കഫാറാത്തി കഫാറത്തിന്റെ കാര്യങ്ങളില് പ്രായശ്ചിത്തം നൽകുക, അത്തരം കാര്യങ്ങൾ, റുഹസ ഇളവ്, തഖ്ദീറാത്ത് സങ്കല്പങ്ങൾ, ഇതിനൊക്കെ എന്താണ് ഇതിനൊക്കെ ഖിയാസാക്കാൻ ബുദ്ധിമുട്ടല്ലേ തുടങ്ങി. അപ്പൊ തടഞ്ഞു മൂപ്പര്. മൂപ്പര് പറയുന്നു ആരെ? ഇമാം അബു ഹനീഫ തങ്ങള് ലി അന്നഹ നിശ്ചയമായിട്ടും ഈ പറയപ്പെട്ട കാര്യങ്ങള് ലായുദറക്കുൽ ബയന ഫീഹ അതിലുള്ളതായ അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കപ്പെടാൻ കഴിയില്ല. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ ഇസ്മുകളാണ്. ോജീബാന് മറുപടി പറയപ്പെട്ടു ബി അന്നുഹു യുദറക്കു ബി ബഅദി ചിലതിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ യജ്രീബിൽ ഖിയാസു ചിലതിൽ മനസ്സിലാക്കുമ്പോ അതിൽ ഖിയാസ് ഓർക്കോലോ. അനുദാഹരണ ഖിയാസിന്റെ അബ്ബാസി അലസാരഖി സാരിഖിന്റെ മേൽ നബ്ബാസിനെ ഖിയാസാക്കി. എന്താ വിഷയം? ഫി വുജൂബിൽ ഖത്ഇ കൈ മുറിക്കൽ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ. എന്ത്? ജാമി അഖ്ദി മാൽ ഗൈരി മറ്റൊരാളുടെ സമ്പത്തുമായി ഇയാൾ കയറി, മറ്റൊരാളുടെ സമ്പത്തുമായി ഇയാൾ എന്തായി പിടിച്ചു. അങ്ങനെ പിടിക്കുക എന്ന ഒരു ജാമ്യ ഇവിടെ ഉണ്ട്. അത്തരം ജാമ്യ കൊണ്ട് ഉറപ്പിക്കൽ വുജൂബാണ്. മുറിക്കൽ വുജൂബാണ്. അന്യരുടെ മുതൽ പിടിക്കലുണ്ടല്ലോ മിൻഹിർസ് എവിടുന്ന്? സൂക്ഷിപ്പുള്ള സ്ഥലത്തുനിന്ന് ഖീഫത്തൻ രഹസ്യമായി കൊണ്ട് സൂക്ഷിച്ചു വച്ചതിൽ നിന്ന് മറ്റൊരുത്തന്റെ സമ്പാദ്യത്തെ പിടിക്കുക എന്ന ജാമ്യം കൊണ്ടാണ് നബ്ബാഷ് ഖബർമാദിയെ സാരിഖ് എന്ന് പറയുന്ന ആടമേല് ഖിയാസാക്കി കൊണ്ടുവന്നത് ഖത്ഇന്റെ വുജൂബിൽ.
ഖിയാസുൽ ഖാത്തിലി അബ്ദൻ അൽ ഖാത്തിൽ, മനഃപൂർവ്വം ഖാത്തിലിന്റെ മേൽ ഖിയാസാക്കല്. അതെങ്ങനെ? കഫാറത്ത് നിർബന്ധമാണെന്ന വിഷയത്തിൽ ഖാത്തിലിന്റെ മേൽ അബ്ദിനെ ഖാത്തിലിന്റെ മേൽ അബ്ദെന്ന നിലക്ക്, അതായത് ഖത്ത് എന്ന നിലക്ക് കൊന്ന ആളുടെ മേലിൽ മനഃപൂർവ്വം കൊന്ന ആളെ ഖിയാസാക്കൽ എന്ത് വിഷയത്തിലാ? കഫാറ നിർബന്ധമാകുന്ന വിഷയത്തിലാ. എന്താണ് കഫാറ നിർബന്ധമാകുന്ന വിഷയത്തിൽ കൊണ്ടുവരാൻ ന്യായം? ജാമിഇ ഖത്ലി, കൊല്ലുക എന്നുള്ളത് ഉണ്ട്. ബിഗൈരി ഹഖിൻ, ഹക്ക് കൂടാതെ, ഖിയാസിൻ, ഹക്ക് കൂടാതെ കൊല്ലുക എന്നുള്ളതില്ലേ അവർ ജാമ്യമുണ്ട്. പിന്നെ ഖിയാസ് ഗൈറിൽ അജ്ർ, അത് പറയാം. എന്ത് കാരണം കൊണ്ടാണ് കഫാറത്ത് നിർബന്ധമാകുന്ന വിഷയത്തിൽ ഖാത്തിലിനെ ഖത്ല നിരക്ക് കൊന്ന ആളുടെ പേരിൽ അബ്ദൻ നിരക്ക് കൊന്ന ആളെ ഖിയാസാക്കിയാൽ അങ്ങനെ നിൽക്കാം. ഇനി ഖിയാസ് ഗൈറിൽ ഹജർ അലൈഹി, ഹജർ കല്ല് അല്ലാത്തതാവുമ്പോ പിന്നെ അലൈഹി അതിന്റെ പേരിൽ, ഏതിന്റെ പേരിൽ? കല്ലിന്റെ പേരിൽ. അപ്പൊ കല്ലല്ലാത്തതിനെ കല്ലിന്റെ പേരിൽ ഖിയാസാക്കി. എന്ത് വിഷയത്തിൽ? ഫി ജവാദുൽ ഇസ്തിൻജാബി, കല്ലുകൊണ്ട് മനോഹരം ചെയ്യലാണ് എന്ന കാര്യത്തിൽ. അല്ലത് എങ്ങനത്തെ ഇസ്തിൻജാ ഹുവ, അത് റുഖ്സത്തുൻ, അത് ഇളവാണ് ഇസ്ലാമിൽ. ബി ജാബിർ ജാബിർ ത്വാഹിരി അൽ ഖാത്തിഇ, മുറിച്ചു കളയുന്ന ശുദ്ധിയുള്ള, വരമുള്ള, ശുദ്ധിയുള്ള നല്ല ആള്. അത്തരം ഒരു ജാമ്യാണ് ഒരുമിച്ച് കൂടി. ആ ഒരുമിച്ച് കൂടൽ കൊണ്ടുള്ള ഇളവാണ് ഇത്. അബു ഹനീഫ ഇമാം തങ്ങൾ പറയുന്നു, ദാലിക ഖിയാസ് അനിൽ ഖിയാസി, ഖിയാസിനെ തൊട്ടുള്ള ഖിയാസാണ്. അപ്പൊ ആ ഖിയാസ്, അതിനകത്തുള്ള ഖിയാസ് ഇബി കൗരിഹി, അതാവുക ബിമാനൽ ഹജരി, ഹജറിന്റെ അർത്ഥത്തിൽ വരിക. എന്നിട്ട് വസവാഹു, അതിനെ അദ്ദേഹം എന്താവുക? വാങ്ങുക. ദലാലത്തൻ നസ്സിന്റെ ദലാലത്തായിട്ട്. അത് ലാ യഖ്റുജു ബിദാലിക അൻഹു, ഇതുകൊണ്ട് അവനെ തൊട്ട് എന്താവൂല? പുറപ്പെട്ടു പോകാൻ, പുറത്തു പോകൂല എന്നർത്ഥം. അപ്പൊ ഏതിനെ തൊട്ട്? പിന്നെ ഹജർ. അപ്പൊ ഹജറിനെ തൊട്ട് ഇതുകൊണ്ട് എന്താവൂല? പുറത്തു പോകൂല എന്ന്. ഇമാം അബൂ ഹനീഫ തങ്ങളോട് എന്താ കാട്ടിയത്? ഖിയാസിനെ തൊട്ട് ഈ പറയുന്ന ഹജർ അല്ലാത്തതിനെ പുറത്താക്കി. എന്താ കാരണം? ഹജർ അല്ലാത്തത് ഹജറിന്റെ അർത്ഥത്തിൽ വരുന്നതാണ്. എന്നിട്ട് അതിന് പേര് വെച്ച് ദലാലത്തൻ നെസ് അറിയിക്കുക എന്താണ്? അതെന്താണ്? ലാ യഖ്റുജു ബിദാലിക അൻഹു, അപ്പോ അതുകൊണ്ട് പുറത്തു പോകൂല. അൻഹു, ആ ഹജറിനെ തൊട്ട് പുറത്തു പോകൂല, അതല്ലാത്തത്. അപ്പൊ അതോടെ കൊണ്ടുവരണം. ഖിയാസ് നഫഖത്തി സൗജത്തി, ഭാര്യയുടെ നഫഖയ ചെലവിനെ ഖിയാസാക്കുക. അതിൽ കഫാറത്തി, കഫാറത്തിന്റെ മേൽ ഖിയാസാക്കുക. എന്ത് വിഷയത്തിൽ? നഫഖത്തിനെ സങ്കൽപ്പിക്കുക, അതായത് കണക്കാക്കുക. അലൽ മൂസിരി, കഴിവുള്ള ആളുടെ പേരിൽ നഫഖത്ത് കൊടുക്കണം. എത്രബി മുദ്ദൈനി, 2 മുദ്ദ് കൊടുക്കണം. ഏതുപോലെ? കമാബി ഫിദിയത്തിൽ ഹജ്ജി വൽ ഹജ്ജി, ഹജ്ജിക്ക് വിധി ഉള്ളതുപോലെ, ഹജ്ജിന് വിധിയുണ്ടല്ലോ, അതിലുള്ളത് പോലെ കഫാറത്തിന്റെ വിഷയത്തിൽ കഫാറത്തിന്റെ മേൽ സൗജത്ത്, ഭാര്യക്കുള്ള ചിലവിനെ ഖിയാസാക്കി. ഇല്ലത്തോടെ കണ്ടത് മൂസിറിന് 2 മുദ്ദ് കൊണ്ട് എന്താക്കി? കഫാറത്ത് കണക്കാക്കിയാലോ? അല്ല, നഫഖത്ത് കണക്കാക്കി. അത്തരം നഫഖത്തിൽ കമാ ഫി ഫിദിയത്തിൽ ഹജ്ജി, ഹജ്ജിന്റെ ഫിദിയയിലുള്ളത് പോലെ എന്നതാണ്. വൽ മുഅ്സിറു, കഴിവില്ലാത്ത ആൾക്ക് യുമദ്ദു, താമസം ചെയ്തു കൊടുക്കണം. കമാ ഫി ബുദ്ധിന്ന. വൽ മുഅ്സിരി, കഴിവില്ലാത്തവന്റെ പേരിൽ കണക്കാക്കിയത് എത്രയാ? ബി മുദ്ദി, ഒരു മുദ്ദ് കൊണ്ട്. കഴിവുള്ളവൻ 2 മുദ്ദ്, ഇങ്ങനെ കണക്ക്. അതേത്? കമാഫി കഫാറത്തിൽ വിഖായി, ജമാവുമായിട്ട് എന്ത് ചെയ്തു? റമദാന്റെ പട്ടാപകൽ ഭാര്യയുമായി ബന്ധപ്പെട്ടു. എന്നാ കഫാറത്ത് കൊടുക്കാൻ വേണ്ടി ആ കഫാറത്തിൽ കഴിവില്ലാത്തവനൊരു മുദ്ദ കൊടുക്കേണ്ടത്. അതുപോലെ കഴിവുള്ളവൻ 2 മുദ്ദ്. ഇങ്ങനെയൊക്കെയാണ് ഇതിൽ പറഞ്ഞതായ ഖിയാസ്. ബി ജാമി അന്നകുല്ലം മിൻഹുമാ നഫഖത്തും കഫാറത്തും, ഇവരുടെ എല്ലാം ഓരോന്നും മാലും, അത് സമ്പത്താണ്. യജിബു ബിശ്ശറഇ, ശറഅ് കൊണ്ട് അത് നിർബന്ധമാകും. വയസ്തഖിറു ഫീ ദിമ്മത്തി, ഉത്തരവാദിത്വത്തിൽ അത് പോകൂല, ഉറക്കുകയും ചെയ്യും.
വാസുൽ തഫാവുത്തി തഫാവുത്തിന്റെ അടിസ്ഥാനം അതെന്താ കൗലിത്താല അള്ളാന്റെ വാക്കുന്ന് കിട്ടിയതാണ്. കഴിവുള്ളവർ കഴിവുള്ളത് ചെലവഴിക്കട്ടെ എന്താ പറഞ്ഞു. മനഹു ഇബ്നു അബ്ദാൻ ഖിയാസിനെ തടഞ്ഞു. മാലം യൗതൊറ ഇലൈഹി അതിലേക്ക് ബുദ്ധിമുട്ടാവാത്ത കാലത്തോളം. അപ്പൊ ഖിയാസിലേക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത കാലത്തോളം എന്റെ ഈ ഖിയാസ് വേണ്ട. ഇതാണ് ഇബ്നു അബ്ദാൻ എന്നവരുടെ വാദം. എന്തുകൊണ്ട് ഹാദിസത്തിൽ ഒരു ഹാദിസ് ഇവിടെ സംഭവിച്ചല്ലോ, ഒരു പുതുതായി ഉണ്ടായത് സംഭവിച്ചു. ആ സംഭവിച്ചതിന് വേണ്ടി ലയ്യൂജത നസ്സും ഫീഹ അതിലാണെങ്കിൽ ഒരു നസ്സും കിട്ടാനുമില്ല. അങ്ങനെ നസ്സൊന്നുമില്ലാത്ത വിധം ഹാദിസായത് ഒന്ന്. ഫയജൂസു അപ്പൊ എന്ത് വേണം? ലയ്യൂജത് നസ്സും ഫീഹ അതിലെന്തായാലും നസ് എത്തിക്കപ്പെട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഫയജൂസു അൽ ഖിയാസു ഖിയാസ് നിർബന്ധമാകും. ഫീഹ അതിൽ എന്താണ് ഫീഹ? അപ്പൊ ഖിയാസ് അതിൽ ആവശ്യമായിട്ട് വരും. ഏതിലാവശ്യമായിട്ട് വരും? പുതിയൊരു കാര്യത്തില്. എപ്പോ ലിൽ ഹാജത്തി ഹാജത്തുണ്ടായതിന്റെ വേണ്ടി വരും. ഖിലാഫി മാലം ജക്ക് പുതിയതായി സംഭവിച്ചിട്ടേ ഇല്ല, സംഭവിക്കാത്തതിന് നേരെ എന്തിന്. അപ്പൊ വലായുൽ ഖിയാസു ഫീഹി അപ്പൊ പുതിയ കാര്യത്തിൽ ഖിയാസ് ജായിസുമല്ല. ലിന്തിഫായി ഫായിദത്തിഹി ഖിയാസിന്റെ ഫായിദോടല്ല. അതുകൊണ്ട് തന്നെ കൊല്ലാൻ നമ്മൾ പറയുന്നത് ഫായിദത്തു അതിന്റെ ഫായിദ എന്താന്ന് ചോദിച്ചാല് അൽ അമല് ബിഹി അതുകൊണ്ട് അമല് ചെയ്യലാണ്. ഫീമ ഇദാ വഖഅ തിൽക്കൽ മസ്അല ആ മസ്അല സംഭവിച്ച കാര്യത്തിൽ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ വക്ത് വിടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നിബന്ധന. ആര് വെച്ചത്? ഇവര് എന്താണ് നിബന്ധന? നമ്മൾ ഖിയാസ് ആക്കൂലായിരുന്നു, ഫായിദ പോയി. അപ്പൊ പിന്നെ നമ്മൾ പറയണത് എന്താണ്? നല്ലല്ല, ഫായിദ പോയി എന്നാല് സംഭവിക്കാത്തതിന് സംഭവിക്കാത്തതിന് സംഭവിച്ചാൽ ഖിയാസ് ജായിസാകില്ല, ഫായിദ പോയതിന് വേണ്ടി നമ്മളതിന് കൊടുക്കുന്ന മറുപടി. അതിനാൽ മറുപടി അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ചതിൽ അതുകൊണ്ട് അമൽ ചെയ്യുക. ഇതാ വഖഅ തിൽക്കൽ മസ്അല ആ മസ്അല അങ്ങനെ സംഭവിച്ചു വെക്കുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ അമൽ ചെയ്യാം, അതാണ് ഫായിദ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഖിയാസിന്റെ നേട്ടം. ഇനി വമനാഹു ഖിയാസിനെ തടഞ്ഞിരിക്കുന്നു ഖൗമുൻ ഒരു വിഭാഗം എന്ത് വിഷയത്തിൽ? ഫിൽ അസ്ബാബി കാരണങ്ങൾ, വശുറൂത്തി നിബന്ധനകൾ, വൽ മവാനി തടസ്സങ്ങൾ, ഇതിലൊക്കെ ഖിയാസ് തടയപ്പെട്ടിരിക്കുന്നു. ഖാലു അവർ പറഞ്ഞു ലി അന്നൽ ഖിയാസ ഫീഹ കാരണം അതിലുള്ള ഖിയാസ് യുഖ്രിജുഹ അതിലുള്ള ഖിയാസ് യുഖ്രിജുഹ ഈ പറയുന്നതിനൊക്കെ പുറപ്പെടുവിക്കും. അതിനെ തൊട്ട് അന്തക്കൂന കദാലിക അത് അങ്ങനെ തന്നെ അവകളൊക്കെ ആവുക, കദാലിക്ക അപ്രകാരം തന്നെ ആവലിനെ തൊട്ട് ഇവകളൊക്കെ പുറത്തു ചാടിക്കും എന്ന് അതിനുള്ള ഖിയാസ് എന്നാ പറഞ്ഞത്. എപ്പോ? എന്താ കാരണം? ഇത് യക്കൂനിൽ മായനൽ മുസ്തറക്കു ബൈനഹ ഇതിന്റെയും മഖീസ് അലൈ അത് രണ്ടിന്റെയും ഇടയിൽ കൂറാക്കപ്പെട്ട ഒരർത്ഥം ഹുവ സബ അത് ഉണ്ടാകും. ഹുവ സബവു അഷറത്തു അൽ മാനി അതാണ് സംഭവം. ലാ ഖുസൂസൽ മഖീസ് അലൈ മഖീസ് അലൈ ഒരു പ്രത്യേകതയൊന്നുമില്ല. അല്ലെങ്കിൽ അവർ മഖീസിനും വലിയ പ്രത്യേകതയില്ല. അപ്പോ ഉജീബ അതിന് മറുപടി കൊടുക്കപ്പെടണം. എന്താ മറുപടി അറിയോ? ഖിയാസ പക്ഷെ ഖിയാസ് ലാ യുഖ്രിജുഹ ആ പറഞ്ഞതിനെ ലാ യുഖ്രിജു അത് പുറപ്പെടുവിക്കൂല. ഖിയാസ് ആ മുമ്പ് പറഞ്ഞതിനെ എന്തിനെ തൊട്ട് പുറത്താക്കൂല? അമ്മ മാ ദിക്ര പറയപ്പെട്ട ഒന്നിനെ തൊട്ട് പുറത്താക്കൂല. വൽ മായന മുസ്തറഖു ബിഹി ഈ വിഷയത്തിൽ മുസ്തറക്കായ ഒരു മായന അർത്ഥം കമാ ഹുവ ഇല്ലത്തുൽ ലഹ അത് മുസ്തറക്കായ ഒരു മായനാക്കുള്ളതാണ്. പറയപ്പെട്ടതിനെ തൊട്ട് അവകളെ ഒന്നും എന്താവൂല ഖിയാസ് എന്ന് വിചാരിച്ച് പുറത്താക്കൂല. പിന്നെ ഒൽ മായന മസ്തൂറു ഒൽ മായന മുസ്തറഖു ബിഹി ഇവയിൽ പറയപ്പെട്ടതായ മുസ്തറക്കായ ഒരർത്ഥം അതേതുപോലെ കമാഹുവ ഇല്ലത്തുല്ല അത് അതിനുള്ള ഇല്ലത്താണ്. അതായത് പോലെ തന്നെ അതിൽ മുസ്തറക്കായ ഒരർത്ഥമുണ്ട്. യക്കൂനു ഇല്ലത്തൻ അത് ഇല്ലത്താകും. നിമാ തറത്തവും അറിയി അതിന്റെ മേലിൽ തുടർന്നു വന്നതെന്തോ അതിന് അനുസരിച്ചൊക്കെ അതിന് ഇല്ലത്ത് കാരണങ്ങൾ ഉണ്ടാകും. ഉദാഹരണം സബബി
സബബിൽ ഉദാഹരണം എന്താ സബബ്? ഖൗമി ഉസൂലി അല്ലേ? ആ സബബ് ഇപ്പൊ ഏതാണ്? ഖിയാസുൽ ലിവാത്ത് അല സിന, ലൂത്ത് പണിയ ഖിയാസാക്കുക സിനയുടെ മേൽ. എന്ത് കാരണം കൊണ്ട്? ജാമ്യ ഈലാജിൻ, ജക്കറിനെ കടത്തുക, അവയവത്തെ കൂട്ടുക. ജാമ്യ ഈലാജി ഫർജിൻ, കുഹ്യസ്ഥാനത്തെ കടത്തുക. ഫി ഫർജി മുഹറമിൻ, ശറഇൽ ഹറാമാക്കപ്പെട്ട ഗുഹ്യസ്ഥാനത്തിൽ ഒരു ഗുഹ്യസ്ഥാനത്തെ കടത്തുക എന്നൊരു ജാമ്യം കൊണ്ടാണ്. മുസ്തഹദ് പ്രകൃതിയാൽ ആശിക്കപ്പെടുന്നതായ കാര്യങ്ങൾ, അങ്ങനെ ആശിക്കപ്പെടുന്ന അത്തരം കാര്യങ്ങളെ ഹറാമായതിൽ ഹറാമായി കടത്തുക എന്ന ജാമ്യം കൊണ്ടാണ് ലിവാത്തും സിനയും തമ്മിൽ ഖിയാസ് ശരിയായത്. എന്നാൽ മനവവും ഖിയാസ് തടഞ്ഞു, ഒക്കെ തടവേ ഉള്ളൂ. ഖൗമൻ ഒരു വിഭാഗം യുസൂൽ ഇബാദാത്തി, ഇബാദത്തുള്ള അടിസ്ഥാനത്തിൽ ഖിയാസ് വേണ്ട. ഫലഹോ ജവാദു സ്വലാത്തി ബിൽ ഈമാഇൽ വഖീസത്തി അല സ്വലാത്തുൽ ഖായിദി, ഇരുന്ന് നമസ്കരിക്കുന്നവന്റെ മേലെ ഖിയാസാക്കി ആ പിടിച്ചെടുത്തിട്ട് അല്ലെ, പിടിച്ചെടുത്ത ഈമാ കൊണ്ട് അവിടെ പറഞ്ഞെന്താ? അവർ നിസ്കാരത്തെ ജായിസാക്കുന്നത് ഇല്ലാതാക്കി. എന്തുകൊണ്ട്? ബിൽ ഈമായി അൽ വഖീസത്തി അലാ സ്വലാത്തുൽ ഖായിദി, ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ നിസ്കാരത്തിന്റെ പേരില് ഖിയാസാക്കപ്പെടുന്ന ഇമാ, ഖിയാസാക്കപ്പെടുന്ന ആ സൂചന കൊണ്ട് നിസ്കാരത്തിന്റെ ജവാസ് അതിനെ അവർ നിഷേധിച്ചു. ജാമ്യൽ അജിസ്, അജിസ് എന്ന കഴിവ്, അതായത് കഴിവ് കേട് എന്ന ജാമ്യെ കൊണ്ട് ഖാലു അവര് പറയുന്നു അന്ന ദവാഇയ തതവഫറു അലാ നഖ്ലി ഉസൂലിൽ ഇബാദാത്തി, ഇബാദത്തുകളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യലിനെ തൊട്ട്, അടിസ്ഥാനപരമാണ് ഇബാദത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നക്കൽ ചെയ്യലിനെ തൊട്ട്, നക്കൽ ചെയ്യലിന്റെ പേരിൽ പ്രേരണകൾ എന്താകും? പൂർത്തിയാക്കി തരും. വമായി യതഅല്ലഖു ബിഹാ, അതുമായി ബന്ധിച്ചതെന്തോ അതും. വഅദമു നഖ്ലി സ്വലാത്തു ബിൽ ഈമാഇ ലത്തി ഹിയ മിൻ ദാലിക, അതിയിൽ നിന്ന് എന്താണോ ആ ഈമാ അൽ ഇല്ലത്ത്, അങ്ങനത്തെ ഈമാ, ആ ഈമാ നമസ്കാരത്തെ നീക്കം ചെയ്യരുക. ആദമുനക്ക് സ്വലാത്തി, നിസ്കാരത്തെ നീക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ബിൽ ഈമാ, ഈ സൂചന കൊണ്ട്. അല്ലത്തി, എങ്ങനത്തെ സൂചന? ഈ ആദമിൻ ദാലിക്ക, അതിൽ പെട്ടതാണല്ലോ. അങ്ങനത്തെ സംഗതി യദുല്ലു അലാ ആദിമി ജവാസിക, അവകൾ ജായിസ് ഇല്ല എന്നതിന്റെ മേൽ അറിയിക്കുന്നു. അപ്പൊ വലാ യസ്ബുതു ജവാസുഹ ബിൽ ഖിയാസി, ഈ കാര്യങ്ങളൊന്നും ഖിയാസ് കൊണ്ട് ജവാസാവുന്നതിന് സ്ഥിരപ്പെടുകയും ഇല്ല. അപ്പൊ അതിനെ മൻഹ് ചെയ്തുകൊണ്ട് അതിനെ തടുത്തല്ലോ, അങ്ങനെ തടുക്കുവാലിക്കി, അതിനെ മൻഹ് ചെയ്തുകൊണ്ട് ഖിയാസിൽ തടുക്കുക എന്നുള്ള ലാഹിറൻ, അതെല്ലാവർക്കും വെളിവായതുമാണ്. ജുസ്ഇയ്യായ ഒരു ഖിയാസ് അതിനെന്താക്കി? തടഞ്ഞു. ജുസ്ഇയ്യ ഖിയാസ് വേണ്ടാന്ന് പറഞ്ഞു. അൽ ഹാജിബിയോ ഖൗമൻ, ഒരു ഖൗമ് തടുത്തു. അൽ ഖിയാസൽ ജുസ്ഇയ്യൽ ഹാജിബി, അത് അല്ലദീ തദ്ഉ അൽ ഹാജത്തു ഇലാ മുഖ്തലാഹു, അതിന്റെ ആവശ്യം അതിന്റെ മുഖ്തല വരെ തേടുന്നു. അങ്ങനത്തെ ഒന്നാണ് എന്ത്? ഖിയാസ്. അപ്പൊ ഖാരി ജുസ്ഇയ്യായ ഖിയാസ് അത് പറ്റൂല, വലിയ പറ്റും. അല്ലദീ തദുൽ ഹാജത്തു ഇലാ മുഖ്തലാഹു, അങ്ങനെ പറ്റുന്നൊരു മുഖ്തല ഉണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യം തേടി വരും. അങ്ങനെ തേടുന്നതാണ് ഹായിബിയിലെ, അങ്ങനെ പദമുണ്ട്. ഇദാലം യറുദ്ദ നസ്സുൻ അലാ വിഫ്ഖിഹി, ഇതിനോട് യോജിച്ചു, അങ്ങനെ യോജിച്ചു വന്നതിന്റെ മേൽ നസ്സുണ്ട്. അങ്ങനത്തെ നസ് റദ്ദ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാ? ജുസ്ഇയ്യായ ഖിയാസ് ഉപയോഗിക്കാം. ഫീ മുഖ്തലാഹു, അതിന്റെ മുഖ്തലയിൽ. ഏതിന്റെ മുഖ്തലയില്?
ആ വഖഫ് ചെയ്തല്ലോ അതിന്റെ മുക്തവ ലമാനി ദറക്കി ദറക്കിന് ഉത്തരവാദിയാവുന്നവൻ ലമാനു ഷംസിൽ മുഷ്തരിക്ക് അതിന്റെ വില കൊടുക്കലാണ്. ഇൻ ഖറജൽ മബിഉ വിൽക്കപ്പെട്ട സാധനം മുസ്തഹിഖൻ അതെന്താണ് ഉടമയാക്കപ്പെട്ടതായി പുറപ്പെട്ടാൽ അൽ ഖിയാസു യഖ്തദി മൻഹു അത് പാടില്ലെന്നാണ് ഖിയാസ് തേടുന്നത്. കാരണം അന്നഹു ലമാനും മാലം യജിബ് നിർബന്ധമാവാത്ത കാലത്തോളമുള്ള ലമാനാണ് അത്. അലിഹി അപ്പൊ ആ അതനുസരിച്ച് ഇബ്നു സുറൈജ് അപ്പൊ അതിന്മേലാണ് ഇബ്നു സുറൈജ് നിൽക്കുന്നത്. അസഹായ അഭിപ്രായോ സിഹത്തുഹു അത് പറ്റുമെന്നാണ്. ഹാജത്തിയിലേക്ക് അതിലേക്കുള്ള ആവശ്യം പൊതുവെ എല്ലാവർക്കും ഉണ്ട്. ഉൾപ്പെടുത്തി ആമലത്തിൽ സിനയോടുള്ള ഇടപാടിനെ ഉൾപ്പെടുത്തി വൈരി അതല്ലാത്തതുപോലെ ലാക്കിൻ പക്ഷേ വായത ഖബദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നബി തങ്ങൾ കടന്നതിന് ശേഷമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ തമന് ഹുവ അസബുൽ വുജൂബ് ആവാനുള്ള കാരണം അതാണ്. അങ്ങനത്തെ ഇതിനെ ഒഴിവാക്കുക. ഹൈസ് യഖ്റുജുൽ മബി ആ സാധനം പുറത്തു വരണം. മുസ്തഹിഖൻ അത് ഉടമയാക്കപ്പെട്ടതായിട്ട് പുറത്തു വരണം. അടുത്ത് ഒരു മിസാൽ വൈരി മുത്താബിഖിൻ യോജിക്കാത്തതിന്റെ ഉദാഹരണം ഫൈനൽ ഹാജത്ത ദാഇയത്തു ബി ആവശ്യം അതിലേക്ക് ക്ഷണിക്കുന്നതാണ്. ഇലാ ഖിലാഫിൽ ഖിയാസി ഖിയാസിന് എതിര് ഏതുകൊള്ള ഇലാ ഖിലാഫിൽ ഖിയാസ് ഖിയാസിന്റെ എതിര് ഇല്ലാ അയ്യുബസിറ ഖൗലുഹു അൽഹാജി അൽഹാജ് എന്ന് പറയുന്നതിന് വിശദീകരിക്കണം. എന്താണ് വിവാദത്തു ഹാജത്ത് ഇലൈഹി ആവശ്യമുള്ളതിന് ബിമാ ഒന്നുകൊണ്ട് തദുൽ ഹാജത്തു ആവശ്യം തേടുന്നു ക്ഷണിക്കുന്നു ഇലൈഹി അതിലേക്ക് അങ്ങനത്തെ ഒന്നുകൊണ്ട് അതിനെ വിശദീകരിക്കണം. അല്ലെങ്കിൽ ഔ ഇലാ ഖിലാഫിഹി അതിന്റെ ഖിലാഫ് കൊള്ളേ അപ്പൊ അവന്റെ ഖിലാഫ് കൊള്ളയായിരിക്കും. അപ്പൊ വൈൻഡൽ മസ്അല എന്ന് പറയുന്നത് മൗഖൂദത്തുൻ മിൻ ഇബ്നുൽ വക്കീൽ ഇബ്നു വക്കീലിന് പിടിക്കപ്പെടുന്നതാണ്. എന്ത് ഇബ്നു വക്കീൽ ആ ഇബ്നു വക്കീലിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ് മസ്അല. വഖദ് ഖാല അദ്ദേഹം പറഞ്ഞു ഖായിദത്തുൽ ഖിയാസി അൽ ജുസിഇയായ ഖിയാസിന്റെ മാനദണ്ഡം ഇദാലം യരിദ് മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല ബയാൻ ഒരു വിശദീകരണം അലാ വിഫ്ഖി അവൻ ഏതാണോ യോജിപ്പിക്കേണ്ടത് ആ യോജിപ്പിച്ചതിന്റെ പേരിൽ ബയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വന്നിട്ടില്ല. എന്തോടൊപ്പം മഅഹുൽ ഹാജത്തിയിലേഹി ഫീ സമാനിഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിലേക്ക് ആവശ്യമാവുന്നത് ഉമൂമുൽ ഹാജത്ത് പൊതുവെയുള്ള ആവശ്യമാണ്. അതോടൊപ്പം തന്നെയാണ് അതിന്റെ വിഫ്ഖിൽ ബയാൻ ഉദ്ദേശിച്ചിട്ടില്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഔമുൽ ഹാജത്തി ഇലാ ഖിലാഫി അൽ യുഅമൽ ബിദാലിക്കൽ ഖിയാസു ബി ഖിലാഫ് അപ്പൊ അൽ യുഅമൽ ബിദാലിക അതുകൊണ്ട് ആ ഖിയാസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റുമോ? ഫീഹി ഖിലാഫൻ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വദക്കറ ലഹു സുവറൻ മിൻക അതിൽപ്പെട്ട ഒരുപാട് രൂപങ്ങൾ ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ലമാനു ദൊറുക്കിന്റെ ഉത്തരവാദിത്തം ദക്കറഹു അത് പറഞ്ഞിരുന്നത് കമാ തഖദ്ദമ മുമ്പ് പറഞ്ഞപ്പോ പോയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ സുവറൻ മിൻക കലാമിലെ ഓവാദ് വിസാരി രണ്ടാമത്തെ വിവാദത്തിലുള്ള ഉദാഹരണമാണ്. മസ്അലയിൽ നിന്ന് ഒമൽഹ അതിൽപ്പെട്ടതാണ് ഓവാദ് മിസാലിൽ അവലി ആദ്യത്തിന് കഴിവുക സ്വലാത്തുൽ ഇൻസാൻ. അപ്പൊ ഓവാദ് മിസാലുൽ അവൽ ഒന്നാമത്തേനുള്ള മിസാലാണ് അല്ലെ. അതെന്താ? സ്വലാത്തുൽ ഇൻസാൻ മനുഷ്യന്റെ നിസ്കാരം അലാവൻ മാത്രം മുസ്ലിമീന മുസ്ലിം മരിച്ചവരുടെ പേരിൽ മനുഷ്യന്റെ നിസ്കാരം ഫി മശാരിഖില്ലാതെ മഹാരിബിഹ പടിഞ്ഞാറ് കിഴക്ക് ഇവയിൽ ഉള്ള മുസ്ലിങ്ങളിൽ നിന്ന് മരിച്ചവരാണെങ്കിൽ നിസ്കാരമുണ്ട്. ഓ അസലു അവർ കുളിപ്പിച്ചു ഓ കഫറു കഫൻ ചെയ്തു ഫിദാലിക്കൽ ഖിയാസ് ഈ ദിവസത്തിൽ തന്നെ. അവൾ ഖിയാസ് യക്തദി തേടുന്നത് ജവാസഹ അത് പറ്റും എന്നല്ലേ.
എന്ന് പറഞ്ഞ കാരണം പറ്റിലാണ് ശരിയാലും പറ്റും. അലൈഹി റുഇയാനിയും റുഇയാൻ ഇമാമ് അതിന് എതിരാ ലിഅന്നഹ സ്വലാത്തുൻ മറഞ്ഞവന്റെ പേരിലുള്ള നിസ്കാരമാണ് ഇതൊക്കെ. വല്ലാജത്തു ദാഇയത്തുൽ ദാലിക ഇതിലേക്ക് വളരെയധികം ക്ഷണിക്കുകയാണ് അവർ. ലിയുദ്റക ലിദാലിക അതിന് ലിനഖൽ മുസല്ലി വൽ മുസല്ല അലൈഹിം മുസല്ലിയും മുസല്ല അലൈഹിം ആരാണോ അവർ രണ്ടുപേർക്കും ഉപകാരം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. വലംയരിദ് ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയാനു ദാലിക അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരാൾ വന്നില്ല. വവജൂഹു അപ്പൊ എന്താ പറഞ്ഞിവിടെ ഏതാ ഒരു മനുഷ്യന്റെ നിസ്കാരം മരിച്ചു പോയൊരാണ് വരുന്ന നിസ്കാരം അതെങ്ങനെ ആയാലും കുഴപ്പമില്ലല്ലോ. അവിടെ ഖിയാസ് എന്താണെന്നറിയാമോ? യക്തദിത്തോട് ജവാസഹ അതൊക്കെ പറ്റുന്നതാണ്. ഇതിന്റെ പേരിലാണ് റുഇയാൻ ഇമാം ഉള്ളത്. ലി അന്നഹ നിശ്ചയമായിട്ടും അത് സ്വലാത്തുൻ അലാ വായിബിൻ മറഞ്ഞ ആളുകളുടെ നിസ്കാരമാണത്. വൽ ഹാജത്തു ആവശ്യം ദാഇയത്തുൽ ലിദാലിക അതിനെ ക്ഷണിക്കുന്നതാ. എന്തിന്? ലിനഖൽ മുസല്ലി വൽ മുസല്ല അലൈഹി ആളുടെ പേരിലാണ് നിസ്കരിച്ചെങ്കിൽ ആ വയ്യത്ത് നിസ്കരിച്ചാണ് ഇവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടി. വലംയരിദ് ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയാനുൽ ദാലിക അതിനെക്കുറിച്ചൊരു വിശദീകരണം നബിയിൽ നിന്ന് വന്നിട്ടുമില്ല. വവജൂഹു മറ്റുൽ ഖിയാസ് ഫി ശിഖ്ൽ അവൽ ഒന്നാമത്തെ വിഭാഗത്തിൽ അഥവാ ഷിഖില് ഖിയാസിനെ പറ്റൂല എന്ന് പറഞ്ഞ് തടഞ്ഞല്ലോ. അതിന്റെ ന്യായം അൽ ഇസ്തിഅദാഉ അൻഹു അതിനെ തൊട്ട് ആവശ്യം തീരുക ബിഉമുൽ ഹാജത്തി ആവശ്യം മൊത്തത്തിലുണ്ട് എന്നതുകൊണ്ട്. വഫിസാനി രണ്ടാമത്തേതില് മുആറദത്തു ഉമൂമുൽ വുജൂഹി പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഉള്ള വിഷയം. അപ്പോ ഉമൂൽ ഹാജത്ത് ഒഫിസാനി രണ്ടാമത്തേതിലോ മുആറദത്തു ഉമൂൽ ഹാജത്തി ലഹു പൊതുവെയുള്ള ആവശ്യം അതിനെ എതിർക്കുകയാണ്. വൽ മുജീസ് ഫിൽ അവൽ ആദ്യത്തേതിൽ പറ്റും എന്ന് പറഞ്ഞ് ജായിദാക്കിയാണ്. ഖാല ആദ്യം പറയുന്നു ലാ മാനിഅ മിൻ ദമ്മി ദലീലിൻ ഇലാ ആഖറ ഒരു ലക്ഷ്യത്തെ മറ്റൊന്നിലേക്ക് ചേർക്കുക എന്നതിന് യാതൊരു കുഴപ്പമല്ല. ഒബിസാരി രണ്ടാമത്തേതിലോ ഖുദ്ദിമൽ ഖിയാസു ഖിയാസിനെ മുന്തിക്കപ്പെടണം. അലാ ഉമുൽ ഹാജത്ത് ഇവിടെ ആവശ്യം എന്താണ് ആമായത് അതിനേക്കാൾ ഖിയാസിനെ മുന്തിക്കപ്പെടണം. ഇങ്ങനെയാണ് ഖിയാസിന്റെ ചർച്ച. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ, പുറത്ത് മാപ്പാക്കി തരട്ടെ, റാഹത്താക്കി തരട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.